ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം റിവ്യൂ ബോംബിംഗ് എന്ന് പറഞ്ഞിട്ടുള്ള സാധനം വീണ്ടും കുത്തിപ്പൊക്കിക്കൊണ്ടിരിക്കുകയാണ് സിനിമാക്കാർ. കഴിവില്ലാത്തവൻ പോയി സിനിമയിൽ അഭിനയിച്ചാലും കഴിവില്ലാത്തവൻ പോയി സിനിമ പിടിച്ചാലും ഇനി ദുരാഗ്രഹം മൂത്ത് സിനിമയിൽ 5 ഇട്ടിട്ട് 50 എടുക്കാമെന്ന് വിചാരിച്ചിട്ട് ഏതെങ്കിലും ഒരുത്തം പോയിട്ട് ഇൻവെസ്റ്റ് ചെയ്താലും പടത്തിൻ്റെ കോണ്ടന്റ് നല്ലതല്ലേ, അത് നല്ല രീതിക്ക് എടുക്കാൻ പറ്റിയില്ലേ, അതിൽ നല്ല രീതിക്ക് അഭിനയിക്കാൻ പറ്റിയില്ലേ, ജനങ്ങൾ തന്നെ ചവിട്ടി തിയേറ്ററിൽ നിന്ന് പുറത്തേക്ക് എറിയും. ഇവിടെ പൊട്ടിയ സിനിമകളൊക്കെ ദർ ഈസ് എ റീസൺ. ഏതെങ്കിലും എന്താ പറയുക, എപ്പോഴെങ്കിലും ഒക്കെ 100-ൽ ഒരു 1-2 സിനിമകൾ ചിലപ്പോൾ കൃത്യമായ അറ്റൻഷൻ കിട്ടാത്തത് കൊണ്ട്, ആൻഡ് അതും ഇപ്പോൾ പറയാൻ പറ്റില്ല, കാരണം OTT-ൽ വരുമ്പോൾ അത് സക്സസ് ആവാറുണ്ട്. ഇവിടെ ഇപ്പോൾ എന്താ സംഭവിക്കുന്നത്? ഒരു സിനിമ പൊട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ പ്രൊഡ്യൂസറും ആക്ടറും ഡയറക്ടറും എല്ലാവരും കൂടി ഒരു പത്രസമ്മേളനം വിളിക്കും, നേരെ റിവ്യൂവേഴ്സിൻ്റെ തലയിൽ വെച്ച് തരും, ഞങ്ങളാണ് പടം പൊട്ടിച്ചത്. എന്തൊരു ഉളുപ്പില്ലായ്മയുടെ! ഇതൊക്കെ ജനങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവില്ലേ? നിങ്ങളെ കഴിവ് കണ്ട് നിങ്ങളെന്തിനാ നമ്മളെ വന്ന് കുറ്റം പറയുന്നത്? എന്താണെങ്കിലും അശ്വന്ത് ഗോക്കിനെതിരെ നിയമ നടപടിക്ക് ഫിലിം ചേംബർ. എന്തിനാണ്? എന്തെങ്കിലും തെളിവ് ഈ പറഞ്ഞ അംഗമട്ടഹാസം എന്ന് പറഞ്ഞ സിനിമേൻ്റെ ക്രൂ നിങ്ങൾക്ക് തന്നിട്ടുണ്ടോ? അവർ പത്രസമ്മേളനം വിളിച്ച് അശ്വന്ത് ഗോക്കിനെതിരെ അവരൊരു ഗൂഢാലോചന നടത്തി അശ്വന്ത് ഗോക്കിൻ്റെ ക്രെഡിബിലിറ്റി പൊട്ടിക്കാൻ വേണ്ടി അശ്വന്ത് ഗോക്ക് 1 ലക്ഷം രൂപ കിട്ടിയില്ലെങ്കിൽ നെഗറ്റീവ് റിവ്യൂ പറയുമെന്ന് പറഞ്ഞിട്ട് ഞങ്ങളെ പടത്തിന് നെഗറ്റീവ് റിവ്യൂ ചെയ്ത് പൊട്ടിച്ചു എന്ന് തെറ്റായ ആരോപണം വിത്തൗട്ട് എനി പ്രൂഫ് ഈ മനുഷ്യനെതിരെ പറഞ്ഞതാണ്. അതിനെതിരെ അശ്വന്ത് ഗോക്കാണ് കേസിന് പോയിട്ടുള്ളത്. നിങ്ങളൊരു കേസിന് പോകണമെങ്കിൽ നിങ്ങൾക്ക് തെളിവ് വേണ്ടേ? മാധവ് സുരേഷിനെ വരെ ഈ പറഞ്ഞ സിനിമേൻ്റെ പ്രൊഡക്ഷനും ഈ സിനിമേൻ്റെ ബാക്കി ടീംസും പറ്റിച്ചിട്ടുണ്ട്. ഏത്? അശ്വന്ത് ഗോക്ക് 1 ലക്ഷം ചോദിച്ചു എന്നുള്ള രീതിയിൽ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിൽ ഇവർ സാധനങ്ങൾ പറഞ്ഞു കൊടുത്ത് ആ ചെക്കനെ വരെ മാറ്റിവിട്ട് എന്നിട്ടും തീർന്നില്ലേ? സിനിമയെ തകർക്കുന്ന റിവ്യൂ അനുവദിക്കണ്ട. സിനിമയെ തകർക്കുന്ന ഒരു റിവ്യൂ നിങ്ങൾ അനുവദിക്കണ്ട. അത് കൃത്യമായ കാര്യം കാരണം പറഞ്ഞ് അതിൻ്റെ പ്രൂഫുകൾ വെച്ച് ഇതേപോലെ പൈസ മേടിച്ച് ചെയ്യുന്ന ആൾക്കാരുണ്ടെങ്കിൽ നിങ്ങളത് തെളിയിച്ച് അവരെ നിങ്ങൾ നിർത്തിച്ചോ. അതല്ലേ ചെയ്യേണ്ടത്? അതിന് ഞങ്ങളും എന്താ നിങ്ങളെ കൂട്ടത്തിൽ ഒപ്പം നിൽക്കും. റിവ്യൂ ബോംബിങ്ങിനെതിരെ ഫിലിം ചേംബർ പ്രസിഡന്റ് പറയും. മാധവ് സുരേഷിനെ അശ്വന്ത് ഗോക്ക് അധിക്ഷേപിച്ചു. അപ്പോൾ അശ്വന്ത് ഗോക്കിനെ മാധവ് സുരേഷും ഈ പടത്തിൻ്റെ പ്രൊഡ്യൂസറും കൂടി അധിക്ഷേപിച്ചതോ? ഇല്ലാത്ത കള്ളങ്ങൾ പറഞ്ഞ് അത് ചോദിക്കണ്ടേ? അശ്വന്ത് ഗോക്കിനെതിരെ സൈബർ പോലീസിനെ സമീപിക്കും. കോടതിയിൽ വരെ റിവ്യൂ ബോംബിംഗ് എന്ന് പറഞ്ഞ് പോയിട്ട് ലാസ്റ്റ് എന്തായി? വാലും അകത്ത് വെച്ച് പോരേണ്ട അവസ്ഥ ഒന്നില്ലേ? ഒരാളുടെ സ്വാതന്ത്ര്യമാണ്. ആ സ്വാതന്ത്ര്യത്തിന് ഇവിടുത്തെ കോടതി അല്ലെങ്കിൽ ഇവിടുത്തെ നിയമം റെസ്പെക്റ്റ് ചെയ്യും. നിങ്ങൾ ബിസിനസ് വേണ്ടിയിട്ട് ഇറക്കുന്ന ഐറ്റമാണ്. ആ ഐറ്റം ഞങ്ങൾ കാശ് കൊടുത്താൽ കാണുന്നേ, ഞങ്ങളെ സ്വാതന്ത്ര്യം വെച്ചാൽ ഞങ്ങൾ സംസാരിക്കുന്നേ. അതിലിപ്പോൾ ഈ പറഞ്ഞ പോലെ കോക്കിൻ്റെ എല്ലാ കാര്യങ്ങളോടും ഞാൻ യോജിക്കുന്നില്ല. വ്യക്തിപരമായിട്ടുള്ള ചില അധിക്ഷേപങ്ങൾ, ചില കാര്യങ്ങൾ, ചില വ്യക്തികളോട് ചില ഇമിറ്റേഷൻസ്, ഇതിലൊക്കെ എനിക്ക് ഇതെന്താ ഇങ്ങനെ എന്ന് എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുമുണ്ട്. ഞാൻ പറഞ്ഞിട്ടുമുണ്ട്, ഓപ്പണായിട്ട് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അതല്ലാതെ ഒരു കോക്കിനെ വിട്ട് ഇഷ്ടം പോലെ ആൾക്കാർ ചെയ്യുന്നുണ്ട് ഇത്. ആരെയും ഈ പറഞ്ഞ പോലെ വാണ്ടഡ്ലി കടന്നു കയറി ആക്രമിക്കാറില്ല, ആക്രമിച്ചിട്ടില്ല. ഈവൻ കോക്കാണെങ്കിൽ പോലും ഒരു സർക്കാസത്തിൻ്റെ ലെവൽ വിട്ട് അതിൻ്റെ മുകളിലേക്കൊന്നും ചെയ്തിട്ടില്ല. നിങ്ങൾക്കിത് ഒരു പടം പൊട്ടുമ്പോഴത്തേക്ക് അത് കവറപ്പ് ചെയ്യണം. പ്രൊഡക്ഷൻ ടീമിനോട്, പ്രൊഡ്യൂസറോട്, ലൈൻ പ്രൊഡ്യൂസേഴ്സിനോട് ഉത്തരം പറയണം. അതിന് നേരെ പടം പൊട്ടാൻ കാരണം റിവ്യൂ ബോംബിങ് ഒരു കാരണമായില്ലേ? കൊള്ളാം. എന്താണെങ്കിലും ഇതിനകത്ത് അശ്വന്ത് ഗോക്കിനെതിരെ കേസ് കൊടുക്കുമെന്ന് പറഞ്ഞിട്ടാണല്ലോ ഇവന്മാർ ആദ്യം പറഞ്ഞത്. ആ കേസ് കൊടുക്കുമെന്ന് പറഞ്ഞത് ഫിലിം ചേംബറിൻ്റെ ആളുമല്ലേ? അങ്ങേരെന്താ പറയുന്നത് ആദ്യം നോക്കാം. മാധവ് സുരേഷിനെ പുള്ളി അബ്യൂസ് ചെയ്യുന്നുണ്ട്. മാധവ് സുരേഷിനെ അബ്യൂസ് ചെയ്യുന്നത് പുള്ളി ഉപയോഗിക്കുന്ന വാക്കുകൾ, എടാ സുരേഷ് ഗോപിയുടെ മോനെ എന്നാണ്. ഒരു കേന്ദ്രമന്ത്രിയാണ് സുരേഷ് ഗോപി എന്നുള്ള ഒരു ഉത്തമ ബോധ്യം അയാൾക്കുണ്ടാവണമല്ലോ. ഞാനിതിനകത്ത് രാഷ്ട്രീയം എന്ന സംഭവമൊന്നുമല്ല. എന്നിട്ട് അത് കമ്പയർ ചെയ്യുന്നു. ധ്യാൻ ശ്രീനിവാസിൻ്റെ മകൻ, അയാൾ ഭയങ്കര ഗ്രേറ്റാണ്. കാരണം ഞാൻ പറഞ്ഞതിനകത്തൊന്നും റിയാക്ട് ചെയ്തിട്ടില്ല. ഈ അശ്വന്ത് ഗോക്കിനുണ്ടായിട്ടുള്ള ഫീലിങ്സ് എന്താണ്? അദ്ദേഹത്തിൻ്റെ എതിരെ ഒരു അലിഗേഷൻ, ഒരു ഫിംഗർ പോയിന്റ് ചെയ്യുന്നു. അപ്പോൾ അതിനെതിരെ രോഷകൂലനായിട്ട് വേറൊരു ആംഗിളിൽ വെല്ലുവിളിച്ച് എന്തൊക്കെ ഫ്രേസസ് അവിടെ യൂസ് ചെയ്തിട്ടുള്ളത് പുള്ളി. സിനിമയും എല്ലാം വെല്ലുവിളിക്കുന്ന ഒരു ലെവലിലേക്ക് പോയി കഴിയുമ്പോഴത്തേനും തീർച്ചയായിട്ടും നമ്മൾ റിയാക്ട് ചെയ്യും. അങ്ങനെ ഇവിടെ ആരും അബൌ ദ ലോയോ അങ്ങനെയുള്ള സംഭവമൊന്നുമല്ല. ഇന്ന് കേരള ഫിലിം ചേംബർ ഓഫ് കോമേഴ്സിൽ നിന്ന് തീർച്ചയായിട്ടും അതിൻ്റെ നിയമപരമായിട്ടുള്ള നടപടികൾ ഓൺ ബിഹാഫ് ഓഫ് അവർ
പരാതി ഇൻഡിവിജ്വലി ഇവിടെ തന്നിട്ടില്ലെങ്കിൽ പോലും പബ്ലിക് ഡൊമൈനിൽ വന്നിട്ടുള്ള ഈ കാര്യങ്ങൾ വെച്ചിട്ട് തന്നെ നമ്മൾ നിയമപരമായിട്ട് നീങ്ങാനായിട്ടാണ് കമ്മിറ്റി തീരുമാനമെടുത്തിരിക്കുന്നത്. ഓ എന്തുവാടെ, എന്തെന്നാണ് എൻ്റെയൊക്കെ ഒരു ഉളുപ്പില്ലായ്മ എന്താണെന്ന് ഞാൻ ആലോചിച്ച് നോക്കുന്നത്. സുരേഷ് ഗോപിൻ്റെ മോനെ പിന്നെ സുരേഷ് ഗോപിൻ്റെ മോനെ എന്നല്ലേ വിളിക്കുക, മോഹൻലാലിൻ്റെ മോനെ മോഹൻലാലിൻ്റെ മോനെ എന്നല്ലേ വിളിക്കുക, ലഫ്റ്റനന്റ് കേണൽ മോഹൻലാലിൻ്റെ മോനെ എന്ന് വിളിക്കൂ പ്രണവിനെ, സെൻട്രൽ മിനിസ്റ്റർ സുരേഷ് ഗോപിയുടെ മോനെ എന്ന് വിളിക്കണമായിരുന്നോ? അല്ല, സുരേഷ് ഗോപിൻ്റെ മോനെ എന്ന് വിളിക്കുന്നത് ഇത്ര വലിയ തെറ്റാണോ? അത് ഇനിയിപ്പോൾ സെൻട്രൽ മിനിസ്റ്ററിൻ്റെ മോനെ എന്ന് വിളിച്ചാൽ മാത്രമേ മാധവ് സുരേഷിന് റെസ്പെക്റ്റ് കൊടുക്കാൻ പറ്റൂ എനിക്കൊക്കെ അല്ല, അറിയാൻ പാടില്ലേണ്ടി വയ്ക്കുക. ഉളുപ്പില്ലായ്മയുടെ എക്സ്ട്രീം സാധനമാണ് ഇപ്പോൾ നിങ്ങൾ ഈ കണ്ടതും കേട്ടതൊക്കെ. ഒരു കാര്യവും കാരണം ഇവരയിലില്ല, ഒരു പ്രൂഫ് ഇവരയിലില്ല. കോടതി പോയ പുട്ടുപോലെ കോടതി ചവിട്ടി അരച്ച് വലിച്ചെറിയും മോത്തിക്ക് കൊണ്ടുപോടാന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യും? അയാൾ ബാഡ് ലാംഗ്വേജ് ഉപയോഗിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അയാൾക്കെതിരെ പറഞ്ഞ ആരോപണം വളരെയധികം ഗുരുതരമാണ്. അയാൾ വാങ്ങാത്ത, അയാൾ ചോദിക്കാത്ത, അയാൾ ചെയ്യാത്തൊരു പ്രവൃത്തി അയാളിലേക്ക് അടിച്ചേൽപ്പിക്കുകയാണ് ചെയ്തത്. അതിന് അയാൾ അങ്ങനെ റിയാക്ട് ചെയ്തുള്ളൂ. അത് 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 ഇത്രയും കിട്ടിയുള്ളൂ എന്ന് വിചാരിച്ച് മിണ്ടാതെ പോവാന്നല്ലാതെ തെറ്റിദ്ധാരണ വരുത്തുന്ന രീതിയിലല്ല, തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ടാണ് പത്രസമ്മേളനം നടത്തിയത്. അതിനകത്ത് പൈസ ചോദിച്ചു എന്ന് തന്നെയാണ് പറഞ്ഞത്. ഈ ഒരു ഇടനിലക്കാരൻ ചോദിച്ചു എന്ന് പറയുമ്പോൾ ആ ഇടനിലക്കാരൻ കോക്കിന്റെ ഇടനിലക്കാരനാണെന്ന് പറയുന്നത്. ഇതൊന്നും എവിടെ ഒരു ക്രോസ് ചെക്കും വെരിഫിക്കേഷനും ഒന്നും ചെയ്യാതെ വന്നിരുന്നിട്ടായി പറയണേ. പൊട്ടിപ്പോയൊരു പടം, ക്വാളിറ്റി ഇല്ലാത്തൊരു സിനിമ, അതിനെ റിലീസ് ചെയ്യിക്കാനും പ്രൊഡ്യൂസറെ കണ്ണിൽ പൊടിയിടാനും പിന്നെ അത് OTT വിൽക്കാനും വേണ്ടി റിവ്യൂവേഴ്സിന്റെ തലയിൽ വെച്ച് 2 കോൺട്രവേഴ്സി ഉണ്ടാക്കി കഴിഞ്ഞാൽ അതിനേറ്റവും ആപ്റ്റ് ആയിട്ടുള്ളത് അശ്വന്ത് കോക്ക് ആയതുകൊണ്ട് തന്നെ, കോക്ക് ആ പടത്തിന് നെഗറ്റീവ് പറഞ്ഞതുകൊണ്ട് തന്നെ കോക്കിനെയും വലിച്ചിട്ടുകൊണ്ട് ഒരു കള്ളക്കഥ ഉണ്ടാക്കി നേരെ നാട്ടുകാർ മുന്നിൽ ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇനി അതിന്ന് കാശടിച്ച് മാറ്റാനും അല്ലെങ്കിൽ നാട്ടുകാരെ പോക്കറ്റ് കാലിയാക്കാനും വേണ്ടിയിട്ടുള്ള അടുത്ത പരിപാടിയായിട്ട് വരിക. ഫിലിം ചേംബർ അതിനൊക്കെ കൂട്ടി നിൽക്കുക എന്നൊക്കെ പറയുന്നുണ്ടല്ലോ, മഹാ അബദ്ധം പിടിച്ച പരിപാടിയാണ്. സിനിമ എടുക്കാൻ അറിയാത്തവന്മാരും സിനിമയോട് ഒരു തരത്തിലൊരു പാഷനോ ഒരു തരത്തിലൊരു റെസ്പെക്റ്റോ ഇല്ലാത്തവന്മാരാണ്. അഭിനയിക്കാൻ അറിയാത്തവർ വീണ്ടും അഭിനയിച്ച് പഠിക്കുന്നെങ്കിലും വിചാരിക്കുക. വെറും ബിസിനസ്സിന് വേണ്ടി മാത്രം, പടത്തിനോട് ഒരു പാഷനും ഇല്ലാതെ കണ്ടവൻ്റെ പൈസയും മേടിച്ച് ഇൻവെസ്റ്റ് ചെയ്തിട്ട് പ്രൊഡ്യൂസറാന്ന് വന്ന് പറഞ്ഞിരുന്ന് 5 ഇട്ടിട്ട് 50 വാരാൻ വന്നവന്മാരുടെ വാക്കും കേട്ടിട്ട് ചുമ്മാ വന്നിരുന്നിട്ട് ഇങ്ങനത്തെ പരിപാടിക്ക് വേണ്ട. ഫിലിം ചേംബറിനോടടക്കം പറഞ്ഞ നാട്ടിൽ പുച്ഛിച്ചേ ഉള്ളൂ. എനിക്ക് അത്ര ഫിലിം ചേംബറിനോടൊക്കെ പറയാനുള്ളൂ. ഇനി റിവ്യൂ ബോംബിങ് വീണ്ടും എന്ന് പറഞ്ഞിരുന്ന ന്യൂസുകളിലൊക്കെ വന്ന വാർത്ത ഞാൻ ഇവിടെ നിങ്ങൾക്ക് വെച്ച് തരാം, നിങ്ങളൊന്ന് കേക്ക്. കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ടാണ് വീണ്ടും ഈ റിവ്യൂ ബോംബിംഗ് ചർച്ചയിലേക്ക് വന്നത്. ഈ സുരേഷ് ഗോപിയുടെ മകൻ മാധവ് സുരേഷ് ഗോപിയുടെ ഒരു സിനിമ ഇറങ്ങുകയും അതിന് അശ്വന്ത് കോക്ക് അടക്കം പണം വാങ്ങിയാണ് റിവ്യൂ നടത്തിയത്, സിനിമയ്ക്കെതിരെ മോശം റിവ്യൂ നടത്തിയത് എന്ന രീതിയിൽ ആ സിനിമയുടെ നിർമ്മാതാക്കളൊക്കെ പുറത്ത് പറഞ്ഞിരുന്നു. അതിനു മുൻപും ഈ ബി ഉണ്ണികൃഷ്ണന്റെ അടുത്തിറങ്ങിയ പ്രതിച്ഛായ സിനിമയ്ക്കെതിരെയുള്ള റിവ്യൂക്കെതിരെ അങ്ങനെ പല സിനിമയ്ക്കെതിരെയും മോശം റിവ്യൂ ചെയ്തതിന് ഈ സംഘടിതമായിട്ടാണ് ഇത് ചെയ്യുന്നത്, പണം വാങ്ങിയാണ് ചെയ്യുന്നതെന്ന ഒരു ആരോപണം സിനിമക്കാർക്കിടയിൽ തന്നെ ഉയർന്നിട്ടുണ്ട്. അപ്പൊ നേരത്തെ ഇത് ചർച്ച ചെയ്ത് കോടതിയിലടക്കം പോയി പിന്നീട് അത് വിട്ടതാണ്. ഇപ്പൊ വീണ്ടും അത് ചർച്ചയിലേക്ക് വന്നു. ഇപ്പം റിവ്യൂ ബോംബിങ്ങിനെതിരെ വീണ്ടും ഇതാ ഫിലിം ചേംബർ യോഗം വിളിച്ച് അതിലെന്ത് നടപടി സ്വീകരിക്കാൻ പറ്റും, സംഘടിതമായുള്ള ഇങ്ങനെ റിവ്യൂ ബോംബിംഗ്, ഒപ്പം തന്നെ ഈ പറഞ്ഞ പണം വാങ്ങിയുള്ള റിവ്യൂ, ഇതിനെതിരെ എന്ത് നിയമ നടപടി അടക്കം സ്വീകരിക്കാൻ സാധിക്കുമെന്നത് ചർച്ച ചെയ്യാനാണ് ഇത് യോഗം വിളിച്ചിരിക്കുന്നത് കൊച്ചിയിൽ ഫിലിം ചേംബർ. അവർ മാധ്യമങ്ങളോട് സംസാരിക്കുമെന്നാണ് പറഞ്ഞത്. എന്തായാലും ഇങ്ങനെ ഈ തരത്തിൽ സിനിമയെ മൊത്തത്തിൽ തകർക്കുന്ന രീതിയിലുള്ള റിവ്യൂ ഇനി അനുവദിക്കാൻ സാധിക്കില്ല എന്ന ഒരു ശക്തമായ നിലപാടിലാണ് ഈ ചേംബർ അംഗങ്ങൾ ഉള്ളത്. പല സിനിമയും പൈറസി അവകാശങ്ങൾ അടക്കം ഇത് ചെയ്താണ് റിവ്യൂ ബോംബിംഗ് നടത്തുന്നതെന്ന് പറയുന്നു. എന്തായാലും അതിന്റെ യോഗം ചേർന്നതിന് ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുമ്പോൾ ഇനിയിപ്പോ അവരുടെ നിലപാട് എന്താകും എന്നറിയാം. ഇനി എങ്ങനെയാണ് അവർ മുന്നോട്ട് പോകുന്നത്. നേരത്തെ ഒരു തവണ കോടതിയിൽ പോയി ഈ റിവ്യൂ ബോംബിങ്ങിനെതിരെ അല്ലെങ്കിൽ ഇതിനുള്ള റിവ്യൂവിനെതിരെ കോടതിയിൽ പോയി നിയമ നടപടിയുമായി പോയെങ്കിലും കോടതി ഒരു തരത്തിലും ഇത് അങ്ങനെ അതിൽ പ്രശ്നമില്ല, അത് അവരുടെ അവകാശമാണ് എന്ന രീതിയിൽ അതിനെ അങ്ങനെ വിട്ടിരുന്നു. പക്ഷേ ഇനിയിപ്പോ ഇത്തരത്തിൽ പണം വാങ്ങിയുള്ള റിവ്യൂവിനെ എങ്ങനെയാണ് ഇവർ നേരിടാൻ പോകുന്നത്, അതിൽ എങ്ങനെയാണ് എന്ന് ഇനിയിപ്പോ യോഗത്തിന് ശേഷം അറിയാൻ സാധിക്കും. ഈ പൊട്ടന്മാരെ പോലെയല്ലോ കോടതിക്ക് ബുദ്ധി ഉണ്ടല്ലോ, ഇവിടുത്തെ നിയമം എന്താണെന്നുള്ളത് കോടതിക്ക് നന്നായിട്ട് അറിയാം. ഇവിടെ ഞാൻ പറഞ്ഞല്ലോ, പൈസ വാങ്ങി ചെയ്യുന്നവന്മാരുണ്ടെങ്കിൽ നിങ്ങൾ കൃത്യമായി പ്രൂഫ് വെച്ച് പോയി അവന്മാരെ പൂട്ട്. അല്ലാതെ ചുമ്മാ വന്നിരുന്ന് ആരുടെങ്കിലും തള്ളു കേട്ടിട്ട് അതിൻ്റെ വാലും പിടിച്ചു പോയിട്ട് ഇമാതിരി പണി കാണിക്കരുത്. ഈ അംഗമട്ടഹാസത്തിൻ്റെ ടീം ഇവന്മാർ കയറിയിട്ട്
റിവ്യൂ ബോംബിങ്, അതിന് തന്നെ 1 ലക്ഷം രൂപ അശ്വന്ത് കോക്ക് എന്നൊക്കെ പറഞ്ഞു കൊടുത്ത ആ ഒരു ഐറ്റം, അതിനെക്കുറിച്ചൊരു ക്ലാരിഫിക്കേഷൻ എന്നുള്ള നിലയ്ക്ക് മാധവ് തന്നെ ന്യൂസ് 18 ചാനലിൽ വീണ്ടും വന്നിരുന്ന് മെഴുകുന്നുണ്ടായിരുന്നു. ആ മെഴുകലിലേക്ക് നമുക്കൊന്ന് പോവാം. ഇല്ല, ഞാൻ പ്രതികരണം ഞാൻ ഫുൾ വീഡിയോ കണ്ടിട്ടില്ല. എൻ്റെ അടുത്ത് പലരും പറഞ്ഞാണ് അറിയുന്നുള്ളത്. ഞാൻ ശരിക്കും പറഞ്ഞാൽ അത് അഡ്രസ് ചെയ്യാൻ വേണ്ടി അല്ല വന്നത്. ഇഫ് നമ്മുടെ സൈഡിൽ നിന്ന് എന്തെങ്കിലും കള്ളം പറഞ്ഞ പോലെയോ അല്ലെങ്കിൽ എന്തെങ്കിലും വിഷമം അശ്വന്ത് കോക്കിന് ഉണ്ടായിട്ടുണ്ടെങ്കിലും അതൊന്ന് അഡ്രസ് ചെയ്യാനാണ് ഞാൻ വന്നിരിക്കുന്നത്. എൻ്റെ മോനെ, ഈ അഭിനയം നീ മാധവെ സിനിമയിൽ കാണിച്ചിട്ടുണ്ടെങ്കിൽ നീ രക്ഷപ്പെട്ടു പോവാളിയാ. ഈ അഭിനയം നീ കാണിച്ചാൽ മതി. നീ വീഡിയോ കണ്ടിട്ടില്ല അല്ലേ? വീഡിയോ കാണുന്നതിന് മുമ്പ് നിനക്ക് മനസ്സിലായി നീ അടക്കമുള്ളവർ നിന്നെ അവർ തെറ്റിദ്ധരിപ്പിച്ചതാവും, അതിൻ്റെ പ്രൊഡക്ഷൻ സൈഡും പ്രൊഡ്യൂസറും. അത് ഞാൻ ഇല്ലയെന്ന് വിചാരിക്കുന്നില്ല. നീ മണ്ടനായതുകൊണ്ട് നിന്നെ പറ്റിച്ചു. നിനക്ക് സംഗതി മനസ്സിലായി. അശ്വന്ത് കോക്കിനെതിരെ വന്നിരുന്ന് പറഞ്ഞത് ഡെഡ്ലി ഡേഞ്ചറസ് ആയിട്ടുള്ള നുണയാണെന്നുള്ളത്. അശ്വന്ത് കോക്ക് അതിൽ നിനക്കെതിരെയും ടീമിനെതിരെയും ഒരു കേസായിട്ട് പോകുന്നുണ്ട് എന്നുള്ളത് നീ കണ്ടില്ലല്ലേ? നിനക്കെതിരെയുള്ള വീഡിയോ എടാ, മിനിമം ഒരു മനുഷ്യൻ ചെയ്യേണ്ട കാര്യം എന്താ? നമ്മളൊരു സംഗതി ഓപ്പൺ ആയിട്ട് വന്ന് പബ്ലിക്കിൽ പറഞ്ഞു, അതിൽ ആരെക്കുറിച്ചാണോ ആർക്കെതിരെയാണോ പറഞ്ഞ് അയാൾക്ക് പറയാൻ എന്താ ഉള്ളത് എന്നുള്ളത് കേൾക്കുക എന്നുള്ളതല്ലേ നമ്മൾ ചെയ്യേണ്ടത്. അങ്ങനെ ഒരു സാധനം നമുക്ക് അവൈലബിൾ ആയി, അയാൾ വീഡിയോ ഇട്ടു, ഇനി അയാളുടെ വേർഷൻ എന്താണെന്ന് നമ്മൾ കേട്ടിട്ട് വേണ്ടേ ഇനിയൊരു ചാനലിൽ കയറി ഇരുന്നിട്ട് സംസാരിക്കണം എന്നുണ്ടെങ്കിൽ? നീ പറയുന്നത് നീ അത് കേട്ടിട്ടേ ഇല്ല, ആരൊക്കെയോ നിൻ്റെ ഫ്രണ്ട്സ് നിനക്ക് ഫോർവേഡ് ചെയ്തതെന്ന് മാത്രമാണ് നീ കണ്ടതും കേട്ടതും എന്നാണ് അല്ലേ? ഈ അഭിനയം ഇപ്പം ഈ പറഞ്ഞ പറച്ചിലും അഭിനയവും നീ ഏതെങ്കിലും സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ എനിക്ക് നീ അവസ്ഥ വരില്ലായിരുന്നേ. അയ്യോ, ഞാൻ കണ്ടിട്ടില്ല. ഈ ഒരു മറ്റേ ന്യൂസ് 18 ന്യൂസിൽ ഇവൻ പറയുന്നത് ഇനി മുന്നോട്ട് പോകുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും കണ്ടിട്ടുണ്ടോ ഇല്ലേ എന്നുള്ളത്. വിത്ത് ഫാക്ട്സ് ആൻഡ് പ്രൂഫ്. നമ്മൾ ആ പ്രസ് മീറ്റിൽ പോയ സമയത്ത്, അതായത് എന്റെ പ്രൊഡ്യൂസർ അവിടെ ഇരുന്ന്, എന്റെ സിനിമയുടെ പ്രൊഡ്യൂസർ അവിടെ ഇരുന്ന് പറഞ്ഞ കാര്യം, അശ്വന്ത് കോക്കിനെ റെപ്രസെന്റ് ചെയ്ത് ഒരാൾ നമ്മളെ വിളിച്ചായിരുന്നു. ഒരാൾ വിളിച്ച് പറഞ്ഞ കാര്യം എന്താന്ന് വെച്ചാൽ, അശ്വന്ത് കോക്ക് 1 ലക്ഷം രൂപ അയാൾക്ക് കൊടുത്തു കഴിഞ്ഞാൽ ആള് നെഗറ്റീവ് റിവ്യൂ ഇടൂല, നിങ്ങൾ ആലോചിച്ച് കാര്യം പറയുക. നമ്മൾ വീണ്ടും പറയുക, അശ്വന്ത് കോക്ക് അല്ല വിളിച്ചത്, നമ്മൾ അങ്ങനെ പറഞ്ഞിട്ടുമില്ല. അശ്വന്ത് കോക്കിനെ റെപ്രസെന്റ് ചെയ്ത ഒരാളാണ് നമ്മളെ വിളിച്ചത്. ഇതിനുശേഷം നമ്മുടെ ടീമിനുള്ളിൽ ഒരു ഓബ്വിയസ്ലി ഇങ്ങനെ വരുമ്പോൾ നമുക്കൊരു ടെൻഷൻ വരുമല്ലോ. നമ്മളൊന്ന് ശ്രദ്ധിക്കണം, ഇങ്ങനെ വല്ലതും വന്ന റെക്കോർഡ് ചെയ്ത് വെക്കണം, വി നീഡ് ദാറ്റ് ഇസ് പ്രൂഫ് എന്ന് പറഞ്ഞതിന് ശേഷം നമ്മുടെ ഈ സിനിമയിൽ വർക്ക് ചെയ്ത വേറൊരാൾക്കൊരു കോള് വന്നു. ആ റെക്കോർഡിംഗ് ആയിരുന്നു. നമ്മൾ ഐ തിങ്ക് ന്യൂസ് 18 വഴിയും വേറെ ഏതൊക്കെയോ ചാനൽസ് വഴി പുറത്തോട്ട് പോയിട്ടുണ്ട് ആ ഒരു കോളിൻ്റെത്. നമ്മൾ ഇത്രയും തന്നെ പറഞ്ഞിട്ടുള്ളൂ. ഒരിടത്തും അശ്വന്ത് കോക്ക് കാശ് വാങ്ങിയെന്നോ നമുക്ക് കൊടുക്കേണ്ടി വന്നെന്നോ അശ്വന്ത് കോക്ക് നേരിട്ട് വിളിച്ചെന്നോ ഐ ഡോണ്ട് തിങ്ക് എനി വൺ. പ്രൊഡ്യൂസറും ഞാനും എന്തായാലും ആ പ്രസ് മീറ്റ് ഫുള്ള് കണ്ടവർക്ക് എല്ലാവർക്കും അറിയാം. അത് കഴിഞ്ഞുള്ള ന്യൂസ് 18 ഇന്റർവ്യൂ കണ്ടവർക്കും അറിയാം. വി ഹാവൻ സെഡ് ദാറ്റ്. എന്നാ നിങ്ങളൊരു കാര്യം ചെയ്യും, പ്രസ് മീറ്റിൽ വന്ന പത്രമാധ്യമങ്ങൾക്കെതിരെ ന്യൂസ് 18 ചാനലിനെതിരെ നിങ്ങൾ കേസ് കൊടുക്കുക. കാരണം അവരൊക്കെ തമ്മിൽ ഇട്ടതും അവരൊക്കെ പുറത്ത് വിട്ടതും അശ്വന്ത് കോക്ക് 1 ലക്ഷം കിട്ടാത്തതുകൊണ്ട് നെഗറ്റീവ് റിവ്യൂ ചെയ്തു, അതുകൊണ്ട് പടം പൊട്ടി എന്ന് പ്രൊഡ്യൂസറും മാധവും പറഞ്ഞു എന്നാ. നിങ്ങളെന്നാ അവർക്കെതിരെ കേസ് കൊടുക്കുക ആദ്യം. മാധവ്, എടേ മാൻ, ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ. നിനക്ക് അത്യാവശ്യം ക്വാളിറ്റി ഉണ്ട്, അത്യാവശ്യം ബുദ്ധി ഉണ്ട് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ, ലൈഫ് സ്റ്റൈലിൽ. ഓക്കെ, നീ ഒരു പത്രസമ്മേളനത്തിലിരിക്കുക, നിനക്ക് ഇതിനെക്കുറിച്ച് ഒരു അന്തവും പൊത്തവും ഇല്ല. നിന്നോട് പ്രൊഡ്യൂസർ പറയുക നമ്മളതിൽ തെളിവുണ്ടെന്ന് പറയുമ്പോൾ ആ തെളിവ് എന്താണെന്നുള്ളത് ക്രോസ് ചെക്ക് ചെയ്ത് വെരിഫൈ ചെയ്യുക എന്നുള്ളത് നീ അവിടെ ഇരുന്ന് ചെയ്യേണ്ട കാര്യം. നീ അത് ചെയ്തില്ല, നീ അവരെ വിശ്വസിച്ചു. അത് നീ മണ്ടനായതുകൊണ്ടാണ്, നീ പൊട്ടനാണ്. എന്നിട്ട് അതും കഴിഞ്ഞ് ഇപ്പോൾ രണ്ടാമത് ഈ ചാനലിൽ വന്നിരിക്കുമ്പോഴും നീ പറഞ്ഞല്ലോ അശ്വന്ത് കോക്കിനെ റെപ്രസെന്റ് ചെയ്ത് ഒരാൾ വിളിച്ചു എന്നാണ് സിനിമാക്കാർ ആയ നിങ്ങൾ പറഞ്ഞത്, അല്ലെങ്കിൽ നിങ്ങളെ അയാൾ വിശ്വസിപ്പിച്ചത് എന്നുള്ളത്. നിങ്ങൾക്ക് ആ കോള് വന്നു, ആ കോള് വന്ന നമ്പർ നിങ്ങൾക്കറിയാം. അശ്വന്ത് കോക്കിനെ റെപ്രസെന്റ് ചെയ്തിട്ടുള്ള ഒരു വ്യക്തി അല്ല എന്നുള്ളത് അശ്വന്ത് കോക്ക് തന്നെ വീഡിയോ ഇട്ട് പറയുന്നു. അങ്ങനെയാണെങ്കിൽ നിങ്ങളെ സിനിമയ്ക്കെതിരെ ഗൂഢാലോചന നടത്തിയത് ആര് എന്ന് കണ്ടുപിടിക്കാൻ നിങ്ങൾ ആദ്യം കേസിടേണ്ടത് അശ്വന്ത് കോക്കിനെതിരെയാണോ, ആ നമ്പർ കൊടുത്ത് സൈബർ സെൽ ആ വ്യക്തിക്കെതിരെയാണോ? അതെന്താ നിങ്ങൾ ചെയ്യാത്തത്? ഞാൻ സിമ്പിളായിട്ട് മാധവിനോടും ഈ സിനിമയുടെ ടീമിനോടും 1-2 ചോദ്യങ്ങൾ ചോദിക്കട്ടെ. ഒരു സിനിമ നടക്കുന്നു, റിലീസിനോട് അടുപ്പിച്ച് ആ സിനിമ വരാൻ നിൽക്കുന്ന സമയത്ത് നിങ്ങൾക്ക് പേഴ്സണലി ഇതേപോലെ ത്രട്ടനിങ് കോൾസ് വന്നാൽ ആ ടൈമിൽ നിങ്ങളത് പബ്ലിക്കിനോട് പറയണം, നിങ്ങളത് സൈബർ കേസാക്കണം. ഇത് ആ സമയത്ത് കേസായിരുന്നെങ്കിൽ അശ്വന്ത് കോക്ക് അത് അവയറായിരുന്നു അതിനെക്കുറിച്ച്, ഇല്ലേ? ഇപ്പൊ നീ ഈ ഒരു ന്യൂസ് 18 കൊടുത്ത ബൈറ്റിനകത്ത് പറയുന്നുണ്ട്
അശ്വന്ത് ഗോക്ക് ചേട്ടാ, നിങ്ങൾ ഇതൊന്ന് അന്വേഷിക്കണം, നിങ്ങളെ പേരിൽ പലരും ഇതുപോലുള്ള കോളുകൾ വിളിക്കുന്നുണ്ട്. അശ്വന്ത് ഗോക്ക് ചേട്ടനാണോ അത് ചെയ്യണ്ടേ? മാധവ് ചേട്ടൻ എന്ത് ചെയ്യേണ്ടിയിരുന്നു? അല്ലെങ്കിൽ മാധവ് ചേട്ടൻ്റെ ഒപ്പമുള്ള ടീം എന്ത് ചെയ്യേണ്ടിയിരുന്നു? സിനിമ റിലീസ് ആവുന്നതിന് മുമ്പ് തന്നെ ഞങ്ങൾക്ക് ത്രട്ടനിങ് കോൾസ് വരുന്നു, അശ്വന്ത് ഗോക്കിന്റെ പേരിലാണ് വരുന്നത്. പബ്ലിക്കിനോട് പറയാം, ഇപ്പം ഈ വിളിച്ച മതി, പ്രസ് മീറ്റ് വെച്ച് വിളിച്ച് പറയാം. അപ്പം അശ്വന്ത് ഗോക്കും അതിൽ അവെയർ ആവും, അതിനെക്കുറിച്ച് അന്വേഷിക്കും. ഇത് സിനിമ ഇറങ്ങി 5 ദിവസം കൊണ്ട് നിങ്ങൾ തിയേറ്ററിൽ നിന്നും അത് വലിച്ചു, നാട്ടുകാർ നല്ല പൊങ്കാലി ഇട്ട്, റിവ്യൂവേഴ്സിൻ്റെ നിന്നും കിട്ടി, പടം വെറും മറ്റേ പറയുന്നില്ല ആ രീതിയിൽ എടുത്തു വെച്ചിട്ട് ലാസ്റ്റ് നിങ്ങൾക്ക് ഇനിയും ഇത് റിലീസ് ചെയ്യണം, ഇനി ഇത് നിങ്ങൾക്ക് OTT കൊടുക്കണം എന്നുള്ള നിങ്ങളുടെ സ്വാർത്ഥ താല്പര്യത്തിനും ലാഭത്തിനും വേണ്ടിയിട്ട് റിവ്യൂവറിന്റെ പേരും പറഞ്ഞ് അയാൾ 1 ലക്ഷം രൂപ വാങ്ങി എന്നുള്ള രീതിക്ക് ഈ സാധനം ചോദിച്ചു എന്നുള്ള രീതിക്ക് ഒരു സാധനം നിങ്ങൾ മാറ്റി മറച്ചിട്ട് പിന്നെ വന്ന് മെഴുകാതിരിക്കുക. ഇദ്ദേഹം ചോദിക്കുന്നത്, നീ പൊട്ടനാണോ മാധവേ, മണ്ടനാണോ നീ? നിന്നെ വെച്ച് ഉപയോഗിക്കുന്നതും നിന്നെ വെച്ച് കളിക്കുന്നതും നിനക്ക് മനസ്സിലാവുന്നില്ലേ മോനെ? പ്ലീസ്, നിനക്ക് പറ്റിയ ഫീൽഡ് അല്ല സിനിമ. എനിക്ക് തോന്നുന്നു നീ കുറച്ചുകൂടി ജെന്യൂൻ ആയിട്ടുള്ള ഒരുത്തനാ. എസ്കേപ്പ്, ഓടി രക്ഷപ്പെടും സിനിമ ഫീൽഡിൽ നിന്ന്. അച്ഛനെ പോലെ അല്ല നീ കുറച്ചും കൂടി ജെന്യൂൻ ആണ്, നീ സ്ട്രെയിറ്റ് ഫോർവേഡ് ആണെന്ന് എനിക്ക് പേഴ്സണലി തോന്നുന്നു. നിന്നെ നല്ല രീതിയിൽ ഉപയോഗിക്കണം അവർ. പിന്നെ നിന്നെ മോട്ടറാക്കുന്നുണ്ടാവും പലര്. ഏത് ഒരു 8-10 സിനിമയ്ക്ക് അഭിനയിക്കുമ്പോൾ നന്നാവും, രക്ഷപ്പെടുന്നു. എടീ, രക്ഷപ്പെടുമായിരിക്കും. പക്ഷെ ഇപ്പോഴത്തെ ഈ ഒരു സിനാരിയോ, ഇപ്പോഴത്തെ ഒരു സിനിമ കൾച്ചർ അല്ലെങ്കിൽ ഇപ്പോഴത്തെ ഒരു എൻവയോൺമെന്റിൽ ഫഹദ് ഫാസിലിന് കിട്ടിയ പോലെയോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു നടന്മാർക്ക് കിട്ടിയ പോലെയോ, എന്താ പറയുക, ഒരു ഓപ്പണിങ് കിട്ടി, അതിൽ ഫെയിലിയറായി, അതിന്ന് മാറി പഠിച്ച് വന്ന് എന്നിട്ട് പ്രൂവ് ചെയ്താൽ മാത്രമേ എക്സിസ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ ഇപ്പോഴത്തെ എക്കോസിസ്റ്റത്തിനകത്ത്. അല്ലാതെ ഒരു നെപ്പോക്കിട്ടാണെന്ന് വിചാരിച്ച് നീ ഏതെങ്കിലും 10 പ്രൊഡ്യൂസർമാരുടെ പൈസ കളഞ്ഞ് അത് 10 സിനിമയിൽ അഭിനയിച്ച് നീ ഇമ്പ്രൂവ് ചെയ്ത് വരുന്ന വരെ ഇവിടെ ആരും മിണ്ടാതെ വായും പൊത്തി കാത്തിരിക്കില്ല. നിന്റെ അച്ഛൻ സെൻട്രൽ മിനിസ്റ്റർ ആണെന്ന് വിചാരിച്ചിട്ട് ഇരിക്കുവോ? അയ്യോ, സെൻട്രൽ മിനിസ്റ്റർ സുരേഷ് ഗോപിയുടെ മകൻ അഭിനയിച്ച സിനിമ, അയ്യോ കണ്ടു രക്ഷിക്കട്ടെ എന്ന് പറയൂ? ഇല്ല കുട്ടാ, നീ ചെയ്യുന്നത് വലിയ തെറ്റാ. നിനക്ക് അഭിനയം പഠിക്കാനാണെങ്കിൽ നീ വല്ല യൂണിവേഴ്സിറ്റിയിൽ ഈ ഫിലിം ഇത് ആക്ടിങ് പഠിക്കാൻ ഏതെങ്കിലും യൂണിവേഴ്സിറ്റി പോയി പഠിക്കുക. ഇല്ലെങ്കിൽ ഇപ്പോൾ ഫിലിം പഠിക്കാൻ വളരെ ഈസിയാണ്. നിനക്കെന്നെ ഒരു ഐഫോൺ മേടിച്ചിട്ട് നിനക്കെന്നെ ഒരു സ്ക്രിപ്റ്റ് വിട്ടിട്ട് അഭിനയിച്ച് അത് യൂട്യൂബിൽ വേണമെങ്കിൽ പ്രൈവറ്റ് ആയിട്ട് അപ്ലോഡ് ചെയ്ത് നീ തന്നെ കണ്ട് അതിലെ കാര്യങ്ങൾ തിരുത്ത്. അങ്ങനെ എന്തൊക്കെ രീതികളുണ്ട് ഇത് പഠിക്കാൻ വേണ്ടിയിട്ടേ. എന്നിട്ട് വന്നിട്ട് നല്ലൊരു പടത്തിൽ കയറി അഭിനയിച്ച് പ്രൂവ് ചെയ്യും. അല്ലാതെ എനിക്ക് സിനിമ അഭിനയിക്കാൻ പഠിക്കണം, അതിന് മലയാളികൾ എനിക്ക് സമയം തരണം, ഞാനൊരു 10 വർഷം ഇരുന്നൊരു 100 സിനിമ ചെയ്താണ് പഠിക്കട്ടെ, ഇങ്ങനെ വിചാരിച്ചാൽ നടക്കൂല കുട്ടി. നല്ല വിമർശനം കിട്ടും. ഗുണ്ടകളാണ് എന്നുള്ളത് കേട്ടുകൊണ്ടേയിരിക്കും. അപ്പം മാറി ചിന്തിക്കേ. ഓക്കെ, കുറച്ചൊക്കെ ഈ പറഞ്ഞ പോലെ ചുറ്റുപാടുള്ള ആൾക്കാരെ കട്ട് ചെയ്ത് കളാം. ലൈഫിൽ ചിലപ്പോൾ ഒപ്പമുള്ള എല്ലാവരും എല്ലാ സമയത്തും നല്ലത് പറഞ്ഞു തരുന്നവരും അല്ലെങ്കിൽ നമ്മളെ നല്ലതിന് വേണ്ടി പറഞ്ഞു തരുന്നവരും ആവില്ല. നമ്മളെ മോട്ടറാക്കി വിടുന്ന കുറേ ആൾക്കാരുണ്ടാവും, നമ്മൾ ഉപയോഗിക്കുന്ന കുറേ ആൾക്കാരുണ്ടാവും, നമ്മൾ പോലും അറിയാത്ത കുറേ പാരസൈറ്റ്സ് ഉണ്ടാവും നമുക്ക്. അവരെയൊക്കെ ഒന്ന് കട്ട് ഡൗൺ ചെയ്ത് കുറച്ച് കാലം ഇതിനെക്കുറിച്ചൊക്കെ ഒന്ന് ചിന്തിക്ക്. ഇനി ഞാൻ സിനിമയിൽ അഭിനയിക്കണോ, പഠിച്ചിട്ട് അഭിനയിച്ചാൽ മതിയോ, ഒക്കെ ചിന്തിച്ചാൽ നിന്റെ കരിയർ രക്ഷപ്പെടും. ഞാൻ അവിടെ ഇരുന്നാണ് മനസ്സിലാക്കുന്നത് ഇങ്ങനെ ഒരു കാര്യം സംഭവിച്ചിട്ടുണ്ടെന്ന് പോലും. എൻ്റെ അടുത്ത് അതിന്റെ ടീമിന്റെ ഭാഗത്തുനിന്ന് ഒരു കോൺവെർസേഷനായി വന്നിട്ടില്ല. എന്നെയും എൻ്റെ അച്ഛന്റെ പേര് ചേർത്തുമാണ് അഗൈൻ എടുത്തു പറയുക. അദ്ദേഹം എൻ്റെ അച്ഛനെയും ചേട്ടനെയും പറ്റി ഒരുപാട് നല്ലത് അതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ അത്യാവശ്യം മോശമായിട്ട് തന്നെയാണ് പറഞ്ഞത്. ഞാൻ ആ സംസ്കാരത്തിനോട് യോജിക്കുന്നില്ല. എന്ത് സംസ്കാരമില്ലായ്മ നീ പറയുന്നത്? നീ കാണിച്ച സംസ്കാരോ? നിന്റെ അച്ഛനെ കുറിച്ച് അശ്വന്ത് ഗോക്ക് മോശം പറഞ്ഞ, ഏട്ടനെ കുറിച്ച് പറഞ്ഞ, നീയാണ് ആ വ്യക്തിയുടെ പ്രൊഫഷൻ വെച്ചിട്ട് അയാൾ എന്ത് ചെയ്ത്, അയാൾ കാശ് വാങ്ങി റിവ്യൂ ചെയ്യുന്ന ഒരുത്തനാന്നുള്ളത് ഒരു തെളിവുമില്ലാതെ, നിനക്ക് ഒരു രീതിയിലും കൺവിൻസ് ആവുന്ന തെളിവ് നിന്റെ മുന്നിൽ ആരും കാണിക്കാതെ അവരെ കയ്യിൽ എന്തോ ഉണ്ട് എന്നുള്ളത് മാത്രം അറിഞ്ഞു വെച്ചുകൊണ്ട് നീ അവിടെ വന്നിരുന്നിട്ട് അയാളുടെ പ്രൊഫഷൻ തകർക്കുന്ന രീതിയിൽ നീയാണ് പണിത് വെച്ച് പോയത്. എന്നിട്ട് നീ ഇരുന്നിപ്പോൾ വന്നിട്ട് വിക്ടിം പോലെ കരയുന്ന, മെഴുകുന്ന. എന്താ പറയുക, നിങ്ങൾക്ക് മനസ്സിലായി ഇത് പണിയാണ്. അശ്വന്ത് ഗോക്കിൻ്റെ വീഡിയോ നാട്ടുകാർ കണ്ടപ്പോൾ അവർക്ക് മനസ്സിലായി. വെല്ലു വിളിച്ചപ്പോൾ നിൻ്റെ കയ്യിൽ കൊടുക്കാൻ പ്രൂഫില്ല. അപ്പം എന്താ, അയ്യോ ഞാനൊന്നും പറഞ്ഞില്ല, പ്രസ് മീറ്റ് നടന്നപ്പോൾ അവർക്ക് എന്തോ ഒരു തെളിവ് കിട്ടിയപ്പോൾ ഞാനൊരു ആവേശം മൂത്ത് പറഞ്ഞതാ. അയ്യേ. പക്ഷെ എനിക്ക് ആകെ ഒരു കാര്യം ചോദിക്കാനുള്ളൂ, കോക്കേട്ടാ, ഈ ആൾക്കാർ ആരെങ്കിലും നിങ്ങളുടെ പേരുപയോഗിച്ച് ഇങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ അതിന്റെ ഒരു സത്യാവസ്ഥ കണ്ടുപിടിച്ച് നിങ്ങളുടെ പേരും കൂടെ സംരക്ഷിക്കാനുള്ളത് നിങ്ങളുടെ ഉത്തരവാദിത്വമല്ലേ?
നമ്മൾ ആ പറഞ്ഞ ആ വീഡിയോ പ്രസ് മീറ്റ് ആണെങ്കിലും ന്യൂസ് 18 ഇന്റർവ്യൂ ആണെങ്കിലും പ്ലീസ് ഒന്ന് പോയി കണ്ടു നോക്കുക ഫുൾ ആയിട്ട്. അതിന്റെ കോണ്ടന്റ് പതുക്കെ പുറത്ത് വന്നിട്ടുണ്ട്, അത് കണ്ടു നോക്കുക. അശ്വന്ത് കോക്കിന്റെ പേര് അദ്ദേഹം നേരിട്ട് വിളിച്ചിട്ടുണ്ട്, അദ്ദേഹം ക്യാഷ് ഡിമാൻഡ് ചെയ്തു എന്നല്ല നമ്മളിവിടെ പറഞ്ഞിട്ടുള്ളത്. നമ്മുടെ അനുഭവം, നമ്മുടെ സത്യാവസ്ഥ, ഒരു അനുഭവം ഉണ്ടായിക്കഴിഞ്ഞ് നമ്മൾ നെക്സ്റ്റ് ടൈം റെക്കോർഡ് ചെയ്ത് വെച്ചത് സെക്കൻഡ് ഇൻസ്റ്റൻസ്, അത് ഓപ്പൺ ആയിട്ട് പറഞ്ഞതേ ഉള്ളൂ. അതേ സമയത്ത് നമ്മുടെ പ്രസ് മീറ്റിന്റെ ടൈമില് മീഡിയയുടെ സൈഡിൽ നിന്നായിരുന്നു വേറൊരു എമൗണ്ട് അശ്വന്ത് കോക്ക് ഇങ്ങനെ കോട്ട് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു വന്നത്. അത് നമ്മളാരും അല്ല, ഞാനും അല്ല, പ്രൊഡ്യൂസറും അല്ല. പക്ഷെ ഇതെല്ലാം ഉണ്ടായിട്ടും അത്യാവശ്യം തെറിവിളി ഞാൻ വീണ്ടും കേൾക്കേണ്ടി വന്നു. അതായത് അശ്വന്ത് കോക്കിന്റെ ഐ തിങ്ക് JSK റിവ്യൂ ചെയ്തതിലും അത്യാവശ്യം യു അണ്ടർസ്റ്റാൻഡ്, ടാർഗറ്റ് ചെയ്ത് പറയുന്ന പോലെ തോന്നുവന്ന കാര്യം. എനിക്ക് അതിൽ അത്ര സിഗ്നിഫിക്കന്റ് ആയ ഒരു ക്യാരക്ടർ പോലും ഇല്ലായിരുന്നു ഈ ഒരു സിനിമയിലും. എന്റെ അത് കഴിഞ്ഞ് JSK കഴിഞ്ഞിറങ്ങിയ സിനിമയുണ്ട് കുമ്മാട്ടിക്കളി, അതിലെ അത്യാവശ്യം കളിയാക്കിപ്പെട്ട ട്രോൾ ചെയ്യപ്പെട്ട ഒരു ഡയലോഗ് വെച്ച് ആളെന്നെ ഒരുപാട് തരം താത്തുന്ന രീതിയിൽ പറയാറുണ്ട്. എഗൈൻ ഇതൊക്കെ സാധാരണ ഒരു പ്രേക്ഷകന് കണ്ടാൽ മനസ്സിലാവും, ഇത് മനസ്സിലാക്കുന്നുണ്ട്. മോനെ ക്രിറ്റിസിസം ആയിട്ട് എടുക്കാൻ പഠിക്കണം ഒന്ന്. രണ്ടാമത്തെ കാര്യം, നിന്നെ എന്തുകൊണ്ട് ഈ രീതിയിൽ ഗുണ്ടകളല്ലാതെ കൊണ്ട് ട്രോളാൻ കാരണം എന്താ? നാട്ടുകാർക്കൊക്കെ നിന്റെ അഭിനയം കണ്ട അത്രത്തോളം AJP ലെവലാണ് നിന്നെപ്പോൾ നാട്ടുകാരുടെ മുന്നിൽ നീ നിൻ്റെ അഭിനയത്തിൻ്റെ ലെവൽ കൊണ്ടുപോയി വെച്ചിട്ടുള്ളത്. പേഴ്സണൽ ലൈഫോ നിൻ്റെ ബാക്കി ലൈഫ് സ്റ്റൈലോ നിൻ്റെ ബാക്കി സാധനങ്ങളോ അല്ല ഞാൻ പറയുന്നത്. റീലിൽ സിനിമയിൽ നിൻ്റെ അഭിനയം അത്രയും ദുരന്തമാണ്. അപ്പം അതെങ്ങനെ ഇമ്പ്രൂവ് ചെയ്യാന്നുള്ളത് മാത്രം ചിന്തിച്ചാൽ പോരെ. പിന്നെ കോക്കേട്ടൻ ഇത് തപ്പി കണ്ടുപിടിക്കണോ? ഞാൻ എഗെയിൻ ഇതേ ക്വസ്റ്റ്യൻ നിന്നോടും നിൻ്റെ പ്രൊഡ്യൂസറോടും ചോദിക്കുകയാണ്. ഒരു സിനിമ ഇറങ്ങുന്നതിന് മുമ്പ് ആ സിനിമയിലേക്ക് ത്രട്ടനിങ് കോൾസ് അതിൻ്റെ പ്രൊഡ്യൂസർക്ക് വന്നിട്ടുണ്ടെങ്കിൽ ആ നിമിഷം അത് കംപ്ലൈൻ്റ് ആക്കണം, ആ നിമിഷം അത് പബ്ലിക്കിനെ അറിയിക്കണം. അപ്പം കോക്കും അറിയും, കോക്കും ആരാണ് തൻ്റെ പേര് ദുരുപയോഗം ചെയ്യുന്നേ എന്നുള്ളത് അറിയാൻ വേണ്ടി നിങ്ങളുടെ കൂടെ പോലീസ് സ്റ്റേഷനിലേക്ക് വരെ ചിലപ്പോൾ കോക്ക് വന്നിട്ടുണ്ടാവും. ഈ കോക്കിൻ്റെതായ രീതിയിൽ അത് അന്വേഷിച്ചിട്ടുണ്ടാവും. അങ്ങനെയൊക്കെ ചെയ്തിരുന്നെങ്കിൽ നിനക്കിപ്പോൾ ഇതും പറയാനുള്ളൊരു ഗ്യാപ്പ് കിട്ടില്ല. പടം ഇറങ്ങി എന്തായാലും പൊട്ടും. കാരണം അമ്മാതിരി അവരാതാണ് എടുത്തു വെച്ചിട്ടുള്ളത്. ഇത് വളരെ സിമ്പിളായിട്ട് നാട്ടുകാർക്ക് മനസ്സിലാവും. എല്ലാവരും ഞം തിന്നിട്ട് തന്നെയാണ് നടക്കുന്നത്, മനസ്സിലായോ? അതുകൊണ്ട് എല്ലാവർക്കും മനസ്സിലാവും പടം പൊട്ടി, പടം വീണു, ക്വാളിറ്റി ഇല്ലാത്ത ലോ ക്ലാസ് ഒരു അപരാധമാണ് എടുത്തു വെച്ചിട്ടുള്ളത്. അതിന് ഇനിയും റീപോസ്റ്റ്മോർട്ടം ചെയ്ത് എംബാം ചെയ്ത് കൊണ്ടുവന്ന് വെച്ചാലും നാട്ടുകാർ പറയുക എന്താ, ഇത് ശവായതല്ലേ, ഇത്രേ ചോദിക്കൂ. അതുകൊണ്ട് ഇനിയും കാശ് കളഞ്ഞ് ഈ സാധനം ഉണ്ടാവുന്ന കുത്തിപ്പോക്കി കൊണ്ടുവരാൻ പാടില്ല. അത് വീണ്ടും മണ്ടത്തരാ. അത് നിന്റെ പേരാ വീണ്ടും പോവുക. ഈ പ്രൊഡ്യൂസറും ഈ ഡയറക്ടറും ഇവരിനി അടുത്ത പടമായിട്ട് പോകും, അല്ലെങ്കിൽ ഇവർ വേറെ പരിപാടിയായിട്ട് പോകും. നിന്റെ ഗതികേട് എന്താ, നിന്റെ അവസ്ഥ എന്താ, നീ ഒന്ന് ചിന്തിക്കുക. ഓക്കെ, ഇത് കോക്കേട്ടനല്ല ഇത് കണ്ടുപിടിക്കുക. കോക്കിന് ഒരു ആവശ്യമില്ല കോക്കിൻ്റെ പേരിൽ ഏതെങ്കിലും ഒരുത്തം വിളിച്ചിട്ട് നിങ്ങളോടൊരു നെഗോസിയേഷൻ നടത്തിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് കോക്കിൻ്റെ തലയിൽ വരില്ല. കോക്കിൻ്റെ തലയിലേക്ക് ആക്കി മാറ്റിയത് നിങ്ങളാണ്. ഇപ്പം ഇരുന്ന് പറഞ്ഞല്ലോ ന്യൂസ് 18-ലെ ഞങ്ങൾ കൊടുത്ത ഇൻ്റർവ്യൂ അല്ലെങ്കിൽ ഞങ്ങൾ കൊടുത്ത മീഡിയ മറ്റേ രാവിലെ വിളിച്ചു കൂട്ടി പറഞ്ഞത്, ഇതൊന്നും നിങ്ങൾക്ക് കണ്ടപ്പോൾ മനസ്സിലായില്ലേ എന്നാണ് ഞങ്ങളോട് ചോദിക്കുന്നത് നാട്ടുകാരോട്. ഇതൊക്കെ കണ്ടപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായത് എന്താ, 1 ലക്ഷം കിട്ടാത്തതുകൊണ്ട് കോക്ക് നെഗറ്റീവ് പറഞ്ഞുകൊണ്ട് പടം പൊട്ടി എന്നുള്ളത്. അപ്പോൾ ആ തമ്മിലിട്ട് ന്യൂസുകാരെ നിങ്ങൾ പിടിച്ചു വരട്ട്. എന്നാണെങ്കിലും ഇപ്പം പറഞ്ഞ ആ പ്രസ് മീറ്റും ന്യൂസ് 18-ൻ്റെ ബൈറ്റും ഉണ്ടല്ലോ, അതിലേക്കൊന്ന് പോയി വെക്കാം. ആദ്യം ന്യൂസ് 18-ൻ്റെ ബൈറ്റ് തന്നെ എടുത്ത് വെക്കാം. ന്യൂസ് 18-ൻ്റെ ബൈറ്റിൽ തന്നെ പറയുന്ന കാര്യങ്ങളിൽ വളരെ എവിഡൻ്റ് ആണ് ഇത് ഇവന്മാർ അശ്വന്ത് കോക്കിൻ്റെ തലയിൽ ഇട്ട് രക്ഷപ്പെടാൻ നോക്കിയതാന്നുള്ളത്. നിങ്ങൾ നാളെ പടം ഞങ്ങൾ മൊത്തത്തിൽ ഡിഗ്രേഡ് ചെയ്യും. അശ്വന്ത് കോക്കിനൊക്കെ കൊട്ടേഷൻ പോയിട്ടുണ്ട്. എവിടെ പോയിട്ടുണ്ട്? അശ്വന്ത് കോക്കിനൊക്കെ അറിയാവോ? പഴയ കുക്കൂച്ച 2018 കുക്കൂച്ച എന്ന് പറയുന്ന ഫേസ്ബുക്ക് ഗ്രൂപ്പിന്റെ ഫൗണ്ടറാണ് ഞങ്ങള്. മനസ്സിലായി? ഒരു പടം അടിയോടാത്തോണ്ടാണ് ഈ കോള് കേട്ടാലറിയും ഇത് ഏതോ ഒരുത്തം വെള്ളം അടിച്ചിട്ട് കിളി പോയിട്ട് ചുമ്മാ വിളിച്ചിട്ട്, ഒന്നില്ലെങ്കിൽ 2 ഇവരുടെ തന്നെ ടെക്നീഷ്യന്മാർ 2 ഫ്രണ്ട്സ് പറഞ്ഞതോ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരുത്തൻ അടിച്ച് കിളി പോയിട്ട് ഇവരെ കൂട്ടത്തിൽ ഒരുത്തനെ വിളിച്ച് സംസാരിച്ചതോ ആണിത്. അല്ലാതെ ഇതിന് എന്ത് തരത്തിലുള്ള ക്രെഡിബിലിറ്റി നിങ്ങൾക്ക് പറയാൻ പറ്റും? അശ്വന്ത് കോക്കിൻ്റെ ഒരു പേര് ഉപയോഗിച്ചത് കൊണ്ട് മാത്രം ഇപ്പം ഇതിൽ ഈ കോളിൽ ഈ വ്യക്തിയുടെ സൗണ്ട് എന്താണെങ്കിലും എന്ത് ചെയ്തില്ല, ചേഞ്ച് ചെയ്തിട്ടില്ല. ഈ സൗണ്ട് റെക്കഗ്നൈസ് ചെയ്യാൻ പറ്റുമല്ലോ പോലീസിൻ്റെ കയ്യിൽ കൊടുത്താൽ. ഇത് വന്ന കോൾ ആർക്കാന്നുണ്ടെങ്കിൽ ആ നമ്പർ അയാളുടെ നിന്ന് മേടിച്ചിട്ട് നിങ്ങൾക്ക് ഇത് പോലീസിൽ കൊടുക്കാൻ പറ്റുമല്ലോ.
അയാളും കോക്കും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ എന്ന് നിങ്ങൾക്ക് നോക്കാൻ പറ്റുമല്ലോ. ഇതൊക്കെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും, കേസായിട്ട് പോകാൻ പറ്റും. അതൊന്നും നിങ്ങൾ ചെയ്യാതെ അശ്വന്ത് കോക്കിനെതിരെ കേസായിട്ട് പോവുകയാണ്. അപ്പോൾ എഗെയിൻ നിങ്ങളുടെ ആവശ്യം എന്താ? മീഡിയ അറ്റൻഷൻ അല്ലേ? എന്ത് ഗതികേടെന്ന് ആലോചിച്ച് നോക്കും. ബാക്കിയാണോ? ഇന്നൊരു പ്രസ് കോൺഫറൻസ് ഇപ്പോൾ കഴിഞ്ഞിട്ടാണ് വരുന്നത്. ഈ പ്രസ് കോൺഫറൻസ് നടക്കുന്നതിലൂടെ ഞാൻ അറിഞ്ഞ കുറച്ച് കാര്യങ്ങളുണ്ട്. ഇതൊക്കെ കേട്ടറിവായിരുന്നു. തെളിവോടെ അവിടെ ഇരുന്ന ആൾക്കാർ തന്നെ പറയുമ്പോഴേ അറിയുന്നത്. ഹി ടേക്സ് മണി ടു ഡു റിവ്യൂസ് എന്നൊക്കെ ഉള്ളത്. ഐ തിങ്ക് ദാറ്റ് ഷുഡ് ബി ചെക്ഡ് ഇൻ ടു. അതൊരു ഇറ്റ്സ് എ ക്രിമിനൽ ഒഫൻസ്. കണ്ട എടാ, നിനക്ക് ഇതിനെക്കുറിച്ച് ധാരണ ഇല്ലെങ്കിൽ നീ വീണ്ടും പ്രസ് കോൺഫറൻസിൽ ഓക്കെ നീ ഇരിക്കുന്ന സമയത്ത് നിനക്ക് അവരെന്തോ പറഞ്ഞു തന്നു, അവിടുന്ന് എന്തോ ഏതോ ഒരുത്തം വിളിച്ചു പറഞ്ഞു. പ്രസ് കോൺഫറൻസ് കഴിഞ്ഞ ഉടനെ ന്യൂസ് 18 ഫ്ലോറിലേക്ക് പോകുന്നതിന് മുമ്പ് നിനക്ക് ഇതെന്താ പ്രൂഫ് എന്നുള്ളത് നോക്കിയിട്ട് പോയിട്ട് പിന്നെ ഇരുന്ന് വർത്താനം പറഞ്ഞൂടെ ന്യൂസ് 18 ഫ്ലോറിൽ? അത് നീ ചെയ്തോ? ഇല്ലല്ലോ. പിന്നെ വന്നിരുന്ന് വീണ്ടും മെഴുകുക, ഞാനിതൊന്നും അറിഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞ് മെഴുകിയിട്ട് കാര്യമുണ്ടോ? ഡയറക്റ്റ് പേയ്മെൻറ്റ്സ് അല്ല റിസീവ് ചെയ്യുന്നത്, വേറെ ബിനാമി വഴിയാണ് കിട്ടുന്നത്. എനിക്ക് അറിയത്തില്ല സത്യം പറഞ്ഞാൽ. ഐ എം ഫിഗറിങ് ഔട്ട് അബൌട്ട് ദിസ് ടുഡേ. അത് ശരിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല. അത് എൻ്റെ സിനിമയോടൊന്നും മാത്രമല്ല. അശ്വന്ത് കോക്ക് ആദ്യമായിട്ടല്ല ഒരു സിനിമേനെ അവഹേളിക്കുന്നത്. ഇത്രയും ആൾക്കാർ കഷ്ടപ്പെട്ട് ചെയ്യുന്നൊരു വർക്കിനെ ഇത്രയും ഈസി ആയിട്ട് ഫോർ മോണിറ്ററി പേർപ്പസസ് ഓർ എനി പേഴ്സണൽ റീസൺസ് ഇങ്ങനെ അവഹേളിക്കപ്പെടുക എന്ന് പറയുന്നത് സമ്മതിച്ചു കൊടുക്കുന്നതിനെ കുറച്ച് അൺഫെയർ ആയിട്ട് എനിക്ക് തോന്നി. ഈ സിനിമയുടെ റിലീസിന് മുമ്പ് തന്നെ ഇതിനൊരു നെഗറ്റീവ് ഓഡിയോ ക്ലിപ്പ് പബ്ലിഷ് ചെയ്തിട്ട് നിങ്ങൾ ഇപ്പൊ തന്നെ തന്നിരുന്നു കയ്യിൽ തന്നെ. അപ്പം റിലീസിന് മുമ്പ് ഇങ്ങനെ ഒരു പ്ലാന്റ് അറ്റാക്ക് വരുന്നുണ്ട് ഇതാണ് എന്നുള്ളത് ഇപ്പൊ അതിനെപ്പറ്റി പറയാനാണെങ്കിലും അത് നമുക്ക് കിട്ടിയ ഒരു വെർബൽ ത്രെട്ട് ആണ്. അതിന്റെ ഒത്തന്റിസിറ്റി പോലും എത്രയും നമുക്കും അറിയത്തില്ല. അതാവാം അതാവാതിരിക്കാം, പക്ഷെ ഇങ്ങനെ ഒരു സാധനം നമ്മുടെ കയ്യിൽ വന്നിട്ടുണ്ട്. അങ്ങനെ ഒരു സാധനം വന്നിട്ടുണ്ട്, പക്ഷെ അത് റിയാലിറ്റിയിലാവുമ്പോഴേക്കും പിന്നെ അപ്പോൾ നിങ്ങൾക്ക് തോന്നില്ല അതിനകത്ത് ഒരു ഒത്തന്റിക് ആയിരിക്കാം. ആ തോന്നല് കൊണ്ട് മാത്രമാണ് നമ്മൾ ബാക്കി കാര്യങ്ങളോട്ട് അന്വേഷിച്ചു പോയത്. ആ അന്വേഷണത്തിലൂടെയാണ് ഇത്രയും കാര്യങ്ങൾ നമുക്ക് അറിയാൻ പറ്റിയത്. നെഗറ്റീവ് പോസിറ്റീവ് പറയുന്നതിലല്ല കാര്യം. അത് പറഞ്ഞോട്ടെ. കാര്യം വെച്ചാൽ നല്ല സിനിമ ജനങ്ങളിലേക്ക് എത്തണം. അത് റിയലായിട്ട് പറയണം. ഒരിക്കലും പേയ്മെൻറ്റ് വാങ്ങിച്ചും കൊണ്ട് എനിക്ക് പേയ്മെൻറ്റ് തന്നില്ലെങ്കിൽ ഞാൻ നെഗറ്റീവ് പറയും, പേയ്മെൻറ്റ് തന്നാൽ പോസിറ്റീവ് പറയാം എന്ന് പറയുന്ന യൂട്യൂബേഴ്സിനെയാണ് നമുക്ക് അതിൽ ഈ അശ്വന്ത് കോക്ക് ഉൾപ്പെടെയുള്ള ടീമുകൾ ഉണ്ടോ എന്നുള്ളത് ഉറപ്പായിട്ടും അതിന് അവർക്ക് പ്രൂഫ് കിട്ടിയിട്ടുണ്ട്. ഞാൻ അഗൈൻ പറഞ്ഞു, ഈ പ്രസ് കോൺഫറൻസിലാണ് ഞാനും അറിയുന്നത് ഇങ്ങനത്തെ കാര്യങ്ങൾ പ്രൂഫോടെ ഇവരുടെ ഉണ്ടെന്ന്. എൻ്റെ അടുത്ത് പറഞ്ഞിട്ടില്ല ഈ കാര്യങ്ങൾ. ഡയറക്റ്റ് ബന്ധപ്പെട്ടിട്ടില്ല, വേറെ മീഡിയേറ്റേഴ്സ് വഴി എന്നോട് ചോദിച്ചത് 1 ലക്ഷം രൂപയാണ്. 1 ലക്ഷം രൂപ കൊടുക്കുകയാണെങ്കിൽ അശ്വന്ത് കോക്ക് നെഗറ്റീവ് റിവ്യൂ പറയത്തില്ല. ഓക്കെ, ലോക പൊട്ടനാട്ടോ ഈ മാധവ് വീണ്ടും ആ പ്രൊഡ്യൂസറുടെ പാവയായിട്ട് അവിടെ വന്നിരുന്ന് മൂഞ്ചി. രണ്ടാമത് വന്നിരുന്ന് വീണ്ടും മെഴുകുന്നു. ആ പ്രൊഡ്യൂസർ പറഞ്ഞത് കേട്ടില്ലേ? ഡയറക്റ്റായിട്ടല്ല, പക്ഷേ അശ്വന്ത് കോക്കാണ് എന്നോട് 1 ലക്ഷം രൂപ ചോദിച്ചത് മീഡിയേറ്റർ വഴി. ആ മീഡിയേറ്റർ ആരാണെന്ന് അറിയുമെങ്കിൽ സാർ പോയി കേസ് കൊടുക്കും. നിങ്ങൾ ആ മീഡിയേറ്റർ വെച്ച്, ആ മീഡിയേറ്ററിൻ്റെ നമ്പർ വെച്ച് കേസ് കൊടുക്ക്, ഭീഷണിപ്പെടുത്തി പറ്റിച്ചു എന്ന് പറഞ്ഞിട്ട്. ഇതൊക്കെ കാണുന്ന മലയാളികൾ മനസ്സിലാക്കേണ്ട എന്താ അറിയോ? സിനിമാക്കാരുടെ സ്ഥിരം നമ്പർ. പടം പൊട്ടിയ പണ്ടൊക്കെ അത് സിനിമയിലെ നടൻ്റെ തലയിലിടും. ഡയറക്ടറാണ് സ്ഥിരം ഇരയാവാറതിന്, അല്ലെങ്കിൽ ഡയറക്ടേഴ്സിൻ്റെ തലയിലിടും. ഇല്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ പ്രൊഡ്യൂസർ കറക്റ്റ് സമയത്തൊന്നും ചെയ്തു തന്നില്ല, അത് റെയറാണ്, അത് നടക്കാറില്ല. അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഫാൻസിൻ്റെ തലയിലിടും. ഇപ്പോൾ ഒരു സിനിമ ഒരു നടൻ്റെ ഇറങ്ങി അത് പൊട്ടിയ അപ്പുറത്തെ ഫാൻസ് പൊട്ടിച്ചു, കൂവിച്ചു, ആളെ കയറ്റി, മറ്റേത് പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് അവരെ തലയിലിടും. ഇത് ആരെങ്കിലുമൊക്കെ തലയിലിടണം. ഫെയിലിയർ ആക്സെപ്റ്റ് ചെയ്യാൻ പണ്ട് മുതലേ ഇവന്മാർക്ക് പറ്റില്ല പലർക്കും. ചിലരൊക്കെ ഉണ്ട് ആക്സെപ്റ്റ് ചെയ്ത് നല്ല പടങ്ങളൊക്കെ എടുത്ത് അടുത്ത് സക്സസ്ഫുൾ ആക്കി പോകുന്ന ആൾക്കാരുണ്ട്. ചിലർ ഇതേപോലെ മെഴുകും. ഇത് അങ്ങനത്തെ ഒരു മെഴുകലാണ്, വിത്തൗട്ട് എനി പ്രൂഫ്. എന്നിട്ടിപ്പോൾ റിവ്യൂ ബോംബിംഗ് എന്ന് പറഞ്ഞിട്ട് കേസും കുണ്ടാമൊട്ടിയും മറ്റേതെന്ന് പറഞ്ഞാൽ നമ്മളെ പേടിപ്പിക്കാൻ നിൽക്കണം. നടന്നു തന്നെ. മാധവിനോടാണ് പറയാനുള്ളത്, മോനെ നിന്നവിടെ പറയുന്നത് നിൻ്റെ അച്ഛൻ്റെ രാഷ്ട്രീയം വെച്ചോ, അല്ലെങ്കിൽ നീ എന്ന് പറഞ്ഞ പേഴ്സണെ ഇൻ ലൈഫിൽ നിൻ്റെ എന്താ പറയുക റിയൽ ലൈഫിൽ കയറി ചൊറിഞ്ഞിട്ടോ അല്ല. സിനിമയിൽ റിയൽ ലൈഫിൽ നിൻ്റെ ആസ് എൻ ആർട്ടിസ്റ്റ്, ആസ് എൻ ആക്ടർ, നിൻ്റെ അഭിനയം കണ്ടിട്ട് സഹിക്കാൻ പറ്റാത്തതുകൊണ്ട് നീ നന്നാവണം എന്നുള്ളത് കൊണ്ടാണ് പലരും മോനെ പണി നിർത്ത് അല്ലെങ്കിൽ നന്നായിട്ട് വന്നിട്ട് പണിയെടുത്താൽ പോരെന്ന് ചോദിക്കുന്നത്. അത് ആക്സെപ്റ്റ് ചെയ്യ്. എന്നിട്ട് നന്നായിട്ട് വാ, അഭിനയം പഠിച്ച് വേറൊരു നല്ല സിനിമയിൽ കുറച്ച് ടൈം എടുത്ത് അഭിനയിച്ച് കാണിച്ച് പ്രൂവ് ചെയ്ത് കഴിഞ്ഞ് പറഞ്ഞവരെല്ലാവരും തിരുത്തി പറയൂലോ. ആൻഡ് നിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം എന്താ പറയുമോ? ഇതുപോലുള്ള കള്ളന്മാരെ വിശ്വസിച്ച്
അവർക്ക് വേണ്ടി നീ എന്തിനും ചാടി ഇറങ്ങുന്നത്. അത് നിന്റെ കമ്മിറ്റ്മെൻ്റ് ആണ് ഒരു സിനിമയോട്. അതും ഒരു തരം കമ്മിറ്റ്മെൻ്റ് ആണല്ലോ, നമ്മളെ വെച്ച് പടം എടുത്തവരുടെ ഒപ്പം എൻഡ് വരെ നിൽക്കുക എന്നുള്ളത്. പക്ഷെ നിന്റെ കൂടെ ഉള്ളവർ എങ്ങനെയുള്ളവരാണെന്ന് കൂടി നീ ചിന്തിക്കണം. അവർ നിന്നെ വിറ്റുകൊണ്ടിരിക്കുകയാണ്, മനസ്സിലായോ? അവർക്കും അറിയാം നിനക്ക് ടാലൻ്റ് ഇല്ല, നിന്നെ കൊണ്ട് അഭിനയിച്ചാൽ കൂട്ടിയാൽ കൂടില്ല എന്നുള്ളത്. ഒരു പക്ഷേ നിന്റെ അച്ഛനെ കണ്ടോ, നിന്റെ ബ്രാൻഡ് വാല്യൂ, അച്ഛൻ്റെ ബ്രാൻഡ് വാല്യൂ കണ്ടിട്ടൊക്കെ ആയിരിക്കണം ഇവർ പടം എടുത്തത്. ബൈ ദ വേ, ഇതൊക്കെ പറയുമ്പോഴും എനിക്ക് അത് പേഴ്സണലി എടുത്ത് വെക്കുന്നില്ല. ഈ സിനിമേൻ്റെ പ്രൊമോഷൻ ചെയ്ത ഒരു ടീമിന് ഒരു ഇൻസ്റ്റാഗ്രാം പേജൊക്കെ ഉണ്ടാക്കി പ്രൊമോഷൻ ചെയ്ത കുറച്ച് പയ്യന്മാർക്ക് ഇതിൻ്റെ പ്രൊഡ്യൂസറും ഇതിൻ്റെ ഡയറക്ടറും കാശ് പോലും കൊടുത്തിട്ടില്ല എന്ന് പറഞ്ഞിട്ട് ആ ചെക്കന്മാർ എന്നെ കോൺടാക്ട് ചെയ്തിരുന്നു. ഇപ്പോൾ FKയിൽ അത് കേസായി പോയി, അവിടുന്ന് അത് സെറ്റിലാക്കുക എന്നുള്ളൊരു അഷ്വറൻസ് അവർക്ക് കിട്ടിയത് കൊണ്ട് മാത്രം ഞാൻ അതിൻ്റെ വോയിസും സാധനങ്ങളും ഒന്നും ഇവിടെ എടുത്ത് വെച്ച് പ്ലേ ചെയ്യുന്നില്ല. ഇതിൻ്റെ പ്രൊഡ്യൂസറോടാണ് പറയാനുള്ളത്, താടി വെച്ച ചേട്ടൻ കഴിഞ്ഞ ദിവസം വന്നിരുന്ന അശ്വന്ത് ഗോക്കിൻ്റെ 1 ലക്ഷത്തിൻ്റെ കഥയാണ് പറഞ്ഞിരുന്നത്. സിനിമ സക്സസ് ആവാൻ വേണ്ടി പണിയെടുത്ത PR ടീംസിന് കൃത്യമായ കാശ് കൊടുത്ത് സെറ്റിൽ ചെയ്യാനുള്ളൊരു ഉളുപ്പ് മര്യാദയെങ്കിലും താൻ കാണിക്കണം. എന്നിട്ട് മതി റിവ്യൂവേഴ്സിൻ്റെ നെഞ്ചത്തേക്ക് വന്ന് പൊങ്കാലിയും കൊണ്ടുവരവ്, കള്ളക്കഥയും കൊണ്ടുള്ള വരവ്. ഓക്കെ.